ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 36 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എപ്പോഴാണ് പെട്ടെന്ന് വേദനയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് ഇതൊന്നും എടുത്ത് വെക്കേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ആയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ബുക്കിൽ ഇതേപോലെ നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ളതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ച സാധനങ്ങൾ നമുക്ക് ടിക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാത്ത സാധനങ്ങൾ ആ ഒരു പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് അതങ്ങനെ വെച്ചാൽ മതിയാവും. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊരു ബുക്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലൊക്കെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അത് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തുണിയുടെ ഒക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് എടുക്കാനായിട്ട് മറന്നാലും നമ്മുടെ ഫയൽ എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മുടെ ഇപ്പോൾ വരെയുള്ള സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്, അതേപോലെ തന്നെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുന്ന റിപ്പോർട്ടൊക്കെ നമ്മൾ ഈ ഒരു ഫയലിൽ എടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു ഫയലിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ റേഷൻ കാർഡ്, അതേപോലെ തന്നെ ആധാർ കാർഡും, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു മഞ്ഞ കാർഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതും എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം നമുക്ക് ഇനി എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാർഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടുന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരികയും ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫയല് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ബാഗിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാസ്ക്കറ്റിലോ എടുത്ത് വെക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇതിൽ ഞാൻ ഓരോ കവറിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ടും നമ്മുടെ കൂടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇനി ആദ്യത്തെ കവറിൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കവറിൽ ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത്ര വലിയ ബോട്ടിലൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ കടയിൽ പോയപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ബ്രഷ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു പേസ്റ്റും എടുത്തിട്ടുണ്ട്, തിരുമണ സോപ്പ്, അതേപോലെ തന്നെ പാത്രം കഴുകാനായിട്ട് ഒരു സോപ്പും, പിന്നെ കുളിക്കാനായിട്ട് നമുക്ക് ഒരു സോപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം കഴുകാനായിട്ടുള്ള ഒരു സ്ക്രബ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേസ് വാഷും കൂടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ഡെറ്റോളിന്റെ കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലും തുണി കഴുകാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ തുണിയൊക്കെ കഴുകാനായിട്ട് ഈ ഒരു ഡെറ്റോളൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോട്ടില് ഡെറ്റോളും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫയല് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്. അപ്പൊ അതായാലും നിങ്ങൾ എടുക്കാനായിട്ട് മറക്കരുത്. ഇത് നമ്മുടെ ബാഗിലോ അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സിലായിട്ടായാലും എടുത്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിലുള്ളത് ഞാൻ എടുത്ത് വെച്ചുള്ളത് ഒരു കുടയാണ് കേട്ടോ. ഈ കുട നമുക്ക് അങ്ങനെ ആശുപത്രിക്ക് പോകുമ്പോൾ അത്യാവശ്യമായിട്ടുള്ളതൊന്നല്ല. പക്ഷെ എൻ്റെ ഡെലിവറി ഒക്കെ വരുന്നത് ഏകദേശം ജൂൺ ലാസ്റ്റ് ആയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ജൂലൈ ആദ്യത്തെ ആഴ്ചയിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും മഴയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് എന്തായാലും ഒരു കുട അത്യാവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കുടയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെയിലാണെങ്കിലും ആ ഒരു സമയത്തായാലും ഉപയോഗിക്കാമല്ലോ. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളതാണ് ഒരു ജോഡി പുതിയ ചെരുപ്പ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഇട്ട് നടക്കാനായിട്ടായാലും ഈ ഒരു ചെരുപ്പ് വളരെ നല്ലതായിരിക്കും. നമ്മൾ സാധാരണ ചെരുപ്പ് ഇടുന്നതിനേക്കാളും ഇങ്ങനത്തെ ചെരുപ്പ് ഇടുമ്പോൾ നമുക്ക് ഒന്നും കൂടി കംഫർട്ടായിട്ട് നടക്കാനായിട്ടായാലും ഇനി പുറത്തേക്കൊക്കെ നമുക്ക് എന്തായാലും പോകേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചെരുപ്പായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് ആയിട്ട് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് വെള്ള ഷർട്ടും അതേപോലെ തന്നെ വെള്ള മുണ്ടും. അപ്പൊ എൻ്റെ കയ്യിലിപ്പോൾ ഡബിൾ മുണ്ട് വെള്ള എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യത്തിന് നീളവും അതേപോലെ തന്നെ കട്ടിയുള്ള മുണ്ടാണ് കേട്ടോ അത്. അപ്പോൾ വെള്ള ഷർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഷർട്ടാണ് വേണ്ടത്. ഇനി നമുക്ക് ചെക്കപ്പിനായിട്ട് അടുത്ത ആഴ്ചയായിട്ട് പോകാനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് വേണം നമുക്കിനി ഇതിൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം ഇതും നിങ്ങൾ എടുത്ത് വെക്കാനായിട്ട് മറക്കരുത്. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ കുന്നംകുളത്തൊക്കെ ഇങ്ങനത്തെ ഒരു വെള്ള മുണ്ടും അതേപോലെ തന്നെ വെള്ള ഷർട്ടും ആണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇപ്പോൾ ഡെലിവറിക്ക് നമ്മൾ നോർമലായിട്ടുള്ള ഹോസ്പിറ്റലിൽ കാണുമ്പോൾ നമുക്കൊരു പച്ച കളറുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് തരാറ്. പക്ഷെ ഇവിടെ നമുക്ക് ഇതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ള ഷർട്ടും
അതേപോലെ തന്നെ വെള്ള മുണ്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഡെലിവറിക്കായിട്ട് പോവാറ്. അപ്പം അതും ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ചധികം വെള്ളമുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി കംഫർട്ടിലൊക്കെ മുക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ മടക്കി വെക്കാണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഴയൊക്കെ പെയ്യുന്നതിന് മുൻപൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലെ ഉണക്കി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇതേപോലെ കുറച്ചധികം വെള്ളമുണ്ടുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ണിക്കായാലും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കായാലും വെള്ളമുണ്ടിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നമ്മൾ വെള്ളമുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 തോർത്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യത്തിന് നീളം വീതിയുള്ള 2 വെള്ളത്തോർത്താണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിലായിട്ട് തന്നെ വെക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് 3 നൈറ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള 3 നൈറ്റിയാണ്. അത് ഫുൾ ആയിട്ടുള്ള ഓപ്പൺ അല്ല, ഫ്രണ്ടിൽ കുറച്ച് മാത്രം ഓപ്പൺ ആയിട്ടുള്ള ഒരു 3 നൈറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 അണ്ടർ സ്കേർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് 2 കുർത്തിയാണ് കേട്ടോ. ഒന്ന് നമുക്ക് പോകുമ്പോൾ ഇടാനായിട്ടും അതേപോലെ തന്നെ ഒരെണ്ണം നമുക്ക് വരുമ്പോൾ ഇടാനായിട്ടുള്ള 2 കുർത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ 2 പാൻറ്റും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഒരു പുതപ്പും അതേപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്തായാലും കിടക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പുതപ്പും അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും കൂടി ഈ ഒരു ബാഗിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കവറിലായിട്ട് നമ്മുടെ ഇന്നർ വെയർ ഒക്കെ ഇതേപോലെ ഒരു സെക്ഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കവറും അതേപോലെ തന്നെ ന്യൂസ് പേപ്പറും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും നമ്മുടെ കഴുകാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുവരാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ന്യൂസ് പേപ്പറും അതേപോലെ തന്നെ കവറും ഇതേപോലെ ഈ ഒരു ബാഗിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പാത്രങ്ങളിൽ എടുത്തിട്ടുള്ളത് 2 പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാൻ എന്തായാലും പ്ലേറ്റിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് 2 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കപ്പ്, പിന്നെ ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായയോ അതല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമോ നമുക്ക് കാപ്പിയോ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫ്ലാസ്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 4-5 ഗ്ലാസ് കൊള്ളുന്ന വിധത്തിലുള്ള ഒരു ഫ്ലാസ്കാണ്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു തൂക്കുപാത്രം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും കഞ്ഞിയോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തൂക്കുപാത്രം നല്ലതായിരിക്കും. അപ്പം ഇതും കൂടി നമ്മൾ ഈ ഒരു സെക്ഷനിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കത്തിയാണ് കേട്ടോ. അപ്പം നമുക്കിത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് വന്നാലോ വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, ഒന്നാമത്തത് ഇതേപോലെ ചാർജർ നിങ്ങൾ എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത് നമുക്ക് പോണ അന്നായാലും ഇതേപോലെ നമ്മുടെ ബാഗിൽ എടുത്തു വെക്കാനായിട്ട് മറക്കരുത്. പിന്നെ ചീർപ്പ്, പൊട്ട്, കൺമഷി അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസും നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ബാഗ് പാക്കിങ്ങിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബക്കറ്റും കപ്പും കൂടി നമ്മൾ ഈ ഒരു ബാഗ് പാക്കിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും തുണി കഴുകാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാത്റൂം എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാവില്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ബക്കറ്റ് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ബക്കറ്റ് ആകുമ്പോൾ ഒന്നും കൂടി കംഫർട്ട് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു ബക്കറ്റും അതേപോലെ തന്നെ കപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാത്തത് നമ്മൾ പായയും അതേപോലെ തന്നെ വെള്ള ഷർട്ടും ആണ് കേട്ടോ. അപ്പം അത് രണ്ടും നമുക്ക് ഇനി ചെക്കപ്പിനായിട്ട് പോകാനുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് വേണം വാങ്ങിയിട്ട് വെക്കാനായിട്ട്. ഇനി എപ്പോഴാണ് നമുക്ക് ഈ പെട്ടെന്ന് വേദനയൊക്കെ വരികയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു ബാഗ് പാക്കിങ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാഗ് പാക്കിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫയലും അതേപോലെ തന്നെ മെഡിസിനും ഒന്നും എടുക്കാനായിട്ട് മറക്കരുത്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതേപോലെ ആദ്യം തന്നെ എടുത്ത് വെക്കാനായിട്ടും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത സാധനങ്ങളുടെ അവിടെ നമുക്ക് ടിക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി കിട്ടാത്തതോ അതല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കാത്തതായിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി ലാസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കാനായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ബുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുക്കാത്തതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ആ ഒരു നേരത്ത് നമുക്ക് എല്ലാതും എടുത്തു വെക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ സൈഡിലൊന്നും ഉണ്ണികൾക്ക് ഇപ്പം തന്നെ അവരുടെ ഉടുപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊന്നും വാങ്ങി വെക്കാറില്ല കേട്ടോ.
ഉണ്ണി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ പുതിയ പുതിയ ഉടുപ്പും പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ണിക്കായിട്ട് പ്രത്യേകമായിട്ട് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ആകെ ഉള്ളത് ആ ഒരു വെള്ളത്തുണി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉണ്ണിക്ക് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി അതേപോലെ തന്നെ വെയിലത്തിട്ട് ഉണക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാഗിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതിലെന്തെങ്കിലും മിസ്സായിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എടുക്കാനായിട്ട് മറന്നതോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഇനി വേണ്ടത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവർ താഴത്തായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പം നിങ്ങളിലും ഇതേപോലെ ഡ്യൂ ഡേറ്റ് ഒക്കെ അടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് തന്നെ ഈ ഒരു ബാക്ക് പാക്കിംഗ് ഒക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അതേപോലെ തന്നെ ഫയല്, നമ്മുടെ മെഡിസിൻസ്, വെള്ള തുണികളൊക്കെ നമ്മൾ എടുത്തു വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലെ ഈ ഒരു മാസം ലാസ്റ്റ് ആയിട്ട് ഡെലിവറി ഡേറ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴത്തായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ.